ആ സ്വപ്നം വെറും സ്വപ്നം മാത്രമാകട്ടെ എന്നാലോചിച്ച് ദാവീദും മിറിയവും കിടന്നു. മഞ്ഞിനെ കീറിമുറിച്ച് സൂര്യപ്രകാശം മണ്ണിലിറങ്ങി. മുറ്റത്തെ ചെടികളിലും വിടർന്നു നിൽക്കുന്ന പൂക്കളിലും മഞ്ഞുതുള്ളികൾ പറ്റിക്കിടക്കുന്നുണ്ടായിരുന്നു. ഏതൻ ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് വെളിച്ചം കടന്നു ചെന്നു. ദാവീദ് പിറ്റേന്ന് എഴുന്നേൽക്കുവാൻ വൈകി. ദാവീ, മിറിയം അവന്റെ അടുത്തേക്ക് ചെന്നു. എഴുന്നേറ്റില്ലേ? അവൾ ഓടി ചെന്ന് അവന്റെ അടുത്ത് കിടന്നു. ദാവീ. ഉറക്കത്തിൽ അവൻ മൂളി. ദാവീ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. പറയട്ടെ? നമ്മുടെ ഇവിടുത്തെ പള്ളി നീ എന്നെ അന്വേഷിച്ചു വന്നതാ. അവൾ പറയുന്നത് കേട്ടപ്പോൾ ദാവീദ് മുഖമുയർത്തി മറിയത്തെ നോക്കി. എന്നിട്ട് അവൻ ചോദിച്ചു. ഞാൻ ദാവീ. അവൾ പറയുന്നതിനിടയിൽ ആര്യൻ അവിടേക്ക് വന്നു. നീ എഴുന്നേറ്റില്ലേ? ജോഗിങ്ങിന് ഇന്നു മുതൽ പോകണമെന്ന് പറഞ്ഞിട്ട്? ഇവള് പിടിച്ചിരുത്തി കാണും. ആര്യൻ മെറിയത്തിന്റെ തലക്കിട്ട് ഒരു കൊട്ടുകൊടുത്തു. എന്റെ ചെക്കനെ നീ നാശമാക്കിക്കോ. ഇവനെ ഞാൻ. അവൾ എഴുന്നേറ്റ് ആര്യന്റെ കൈ പിടിച്ചു ധരിച്ചു. ഇടി വിടടി, വേദനിക്കുന്നു, കൈ കൈ. ഓ, നിന്റെ ഒരു ചെക്കൻ. അവൾ ചെന്ന് ദാവീദിന്റെ അടുത്ത് കിടന്നു. ഇതെന്റെ ചെക്കന. അവൾ ആര്യനെ നോക്കി ഗോഷ്ടി കാണിച്ചു. അത് കേട്ടപ്പോൾ ദാവീദിന്റെ മുഖത്ത് ഒരു ചിരി വിടർന്നു. അല്ലേ ദാവീ? അവൻ മൂളി. ഇല്ലെങ്കിലും അവൻ മൂളും. അവൻ മൂളിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നീ കഴിഞ്ഞല്ലേ ഈ കുരിപ്പിന് അവന്റെ അബ്ബ പോലും ഉള്ളൂ. നീ ബാക്കി പറയേ. സ്വപ്നം? ദാവീദ് പറഞ്ഞു. ബാക്കി? അവൾ ആലോചിച്ചു. ബാക്കി എന്താ ഉണ്ടായത്? ഷേ, ഇവൻ വന്നെല്ലാം കുളവാക്കി. ഞാൻ ഓർത്തു വന്നതാ. കിടന്ന കിടപ്പിൽ ബെഡിലിരുന്നിരുന്ന ആര്യന്റെ പുറത്തേക്ക് അവൾ ചവിട്ടിയതും ആര്യൻ താഴേക്ക് വീണു. ഇവളെ ഞാൻ. അവൻ നിലത്ത് നിന്ന് എഴുന്നേറ്റ് ബെഡിൽ ചാടിക്കേറി അവളുടെ തലമുടിക്ക് പിടിച്ചു വലിച്ചു. അപ്പാ, മുടിയിൽ നിന്ന് വിടറാ. അവൾ ഓളിയിട്ടു. എടാ, അവളെ വിടറാ. ദാവീദ് ആര്യന്റെ കൈക്ക് പിടിച്ചു. എന്റെ മുടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആര്യ. ദാവീദ് ദേഷ്യത്തിൽ അവനെ പിടിച്ചു തള്ളിയതും ആര്യൻ നിലത്തേക്ക് വീണു. അവൻ തന്റെ കൈയിലേക്കും പിന്നെ മിറിയത്തെയും നോക്കി. അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. എന്റെ ഹനുമാൻ സ്വാമി, ഞാൻ ഇന്ന് ആരെയാണാവോ കണി കണ്ടത്? ആകെ വീഴ്ചയാണല്ലോ. ആര്യൻ നിലത്ത് നിന്ന് എഴുന്നേറ്റിരുന്നു. നീ എന്തിനാടാ ഇവളുടെ തലമുടിക്ക് പിടിച്ച് വലിച്ചത്? വേദനിക്കില്ലേ അവക്ക്? അമ്പട മനമേ, ഇവൾ എന്നെ ചവിട്ടി വീഴ്ത്തിയത് നീ കണ്ടില്ലേ? അവൻ നടുവിന് കൈകുത്തി പറഞ്ഞു. അല്ലേലും ഇവളുണ്ടേ നിനക്ക് എന്നെ വേണ്ടല്ലോ. അവൻ അവിടെ നിന്നും പോയി. നീ എന്തിനാ അവനെ ചവിട്ടിയത്? ദാവീദ് മിറിയത്തെ നോക്കി. അവൻ വന്നോണ്ടല്ലേ ഞാൻ സ്വപ്നം പറഞ്ഞത്. അതിന് നീ എന്തിനാ അവനെ തള്ളിയിട്ടത്? അതൊന്നുമില്ല. എന്തോ ആലോചിച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞു. ദാവീ, എന്താ? നാളെ ഞാനും വരട്ടെ ജോഗിങ്ങിന്? അവൾ ചോദിച്ചു. വന്നാൽ ആര്യനുമായി തല്ലുണ്ടാക്കരുത്. അത് പറ്റുമെങ്കിൽ മാത്രം വന്നാ മതി. ഓക്കേ. ഗാർഡനിലിരുന്ന് പേപ്പർ വായിക്കുകയായിരുന്നു ദാവീദ്. ഗുഡ് മോർണിംഗ് ദാവി, റിബേക്ക പറഞ്ഞു. ഗുഡ് മോർണിംഗ്. അവൻ അവളെ നോക്കി ചിരിച്ചു. കാലത്ത് തന്നെ എവിടുന്നാ? പള്ളിയിൽ പോയതാ. ദാവി എഴുന്നേൽക്കാൻ വൈകിയോ ഇന്ന്? എന്തേ അങ്ങനെ ചോദിച്ചേ? അല്ല, ഈ നേരം ദാവി കോളേജ് ലൈബ്രറിയിലാകുമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാമല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് ന്യൂസ് പേപ്പറിലേക്ക് തന്നെ നോക്കി. ദാവിയെ ഞാൻ എപ്പോഴും കാണുന്നതല്ലേ? അവൾ അവനെ തന്നെ നോക്കി. ദാവി. മിറിയം അവനെ വിളിച്ചുകൊണ്ട് അവിടേക്ക് വന്നു. ഹലോ റിബേക്ക. ഹായ്. റിബേക്ക മറിയത്തെ നോക്കി ചിരിച്ചു. എന്താണ് മിറിയം ചേട്ടത്തി, പേപ്പർ വായിക്കാനാണോ? ദാവി ചോദിച്ചു. അല്ലപ്പാ, ആര്യൻ എന്നോട് മിണ്ടുന്നില്ല. നീ വന്നേ. അവൾ അവന്റെ കൈക്ക് പിടിച്ചു വലിച്ചു. ആര്യൻ എന്തു പറ്റി? റിബേക്ക ചോദിച്ചു. ആര്യനൊന്നും പറ്റിയതല്ല. ഇന്ന് കാലത്തെ രണ്ടുകൂടെ തല്ലുണ്ടാക്കി. തല്ലിനിടയിൽ ഇവളുടെ മുടി പിടിച്ചു വലിച്ചപ്പോൾ ഞാൻ അവനെ തള്ളിയിട്ടു. ആ ദേഷ്യത്തിൽ പിണങ്ങിയിരിക്കുന്നതാ. വാ ദാവി. ദാ വരുന്നു. അവൻ എഴുന്നേറ്റ് മിറിയത്തിന്റെ ഒപ്പം പോയി. ദാവീദിന്റെ കൈ പിടിച്ച്
അവനോട് സംസാരിച്ചു പോകുന്ന മിറിയത്തിനോട് റിബേക്കയ്ക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. ആര്യ! ദാവീദും മിറിയവും അവന്റെ അടുത്തേക്ക് വന്നു. ആര്യൻ അവരെ നോക്കിയില്ല. ആര്യ! ദാവീദ് അവന്റെ തോളിൽ കൈവച്ചു. നീ എന്താടാ ഇവളോട് മിണ്ടാത്തെ? നിന്നോടും, ആര്യൻ ഗൗരവത്തിൽ പറഞ്ഞു. ദാവീദ് മിറിയത്തെ നോക്കി. എന്നോടും? സീരിയസ് ആണോ? അവൻ ചോദിച്ചു. ആര്യ, എടാ, നീ ഇവളുടെ മുടി പിടിച്ചു വലിച്ചതുകൊണ്ടല്ലേ ഞാൻ നിന്നെ തെള്ളിയിട്ടെ. വേണമെന്ന് വെച്ച് ചെയ്തതല്ല, ആരോ എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. അപ്പൊ ഇവളാകും. ആര്യൻ മിറിയത്തെ നോക്കി. ഇനിയിപ്പോ അത് പറഞ്ഞോ? ഞാനൊന്നുമല്ല. മിറിയം മുഖം വീർപ്പിച്ചു. പണ്ടേ നീ ഇങ്ങനെ ഇവളെ വേദനിപ്പിച്ചാൽ നിനക്ക് ബാധ കയറും. ആര്യൻ പരാതി പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ഇവള് നാളെ കല്യാണം കഴിഞ്ഞു പോയാ നീ എന്ത് ചെയ്യും ദാവി? ഞാൻ ദാവിയെയും കൊണ്ടുപോകും. നിനക്കെന്താ? മിറിയം ആര്യനോട് കയർത്തു. അതിനേക്കാൾ നല്ലതേ ഇവൻ ട്രെയിനിന് തല വെക്കുന്നതാ മോളെ. നിന്നെ വെറുതെയല്ല ദാവി തെള്ളിയിട്ടത്. മിറിയവും ആര്യനും വഴക്കിടുന്നതിനിടയിൽ ദാവീദ് പുറത്തേക്ക് പോയി. നീ അവനെ കൊണ്ട് ചെയ്യിച്ചതല്ലേ? നോക്ക് ദാവി. മിറിയം നോക്കുമ്പോൾ ദാവീദ് അവിടെ ഇല്ലായിരുന്നു. ഇതെവിടെ പോയി? ഇങ്ങനെയാണെങ്കിൽ ഇവൾ നാളെ കല്യാണം കഴിഞ്ഞു പോയാൽ നീ എന്ത് ചെയ്യും ദാവി? ആര്യൻ പറഞ്ഞ കാര്യം ആലോചിച്ച് ദാവീദ് നടന്നു. ആര്യൻ എന്താ അങ്ങനെ പറഞ്ഞത്? മിറിയം കല്യാണം കഴിഞ്ഞു പോയാൽ എനിക്കെന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? മിറിയം എന്തിനാ കല്യാണം കഴിക്കുന്നേ? അപ്പോ അവളെന്റെ അടുത്ത് നിന്ന് പോകുമോ? ദാവീദിന് തലവേദനിച്ചു തുടങ്ങി. ആരോ തന്റെ അടുത്ത് വന്നിരിക്കുന്ന പോലെ തോന്നി റിബേക്കയ്ക്ക്. അവൾ തിരിഞ്ഞു നോക്കി. ദാവീദായിരുന്നു. എന്താ ദാവി? ആര്യന്റെ പിണക്കം മാറിയോ? മിറിയം കല്യാണം കഴിഞ്ഞു പോയാൽ എനിക്കെന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? ദാവീദ് സ്വയം പറഞ്ഞു. എന്താ ദാവി? എന്താ നീ പറയുന്നേ? എന്താ? ദാവീദ് ദേഷ്യത്തോടെ റിബേക്കയെ നോക്കിയതും അവൾ പേടിച്ചു. ഞാനൊരു കാര്യം ആലോചിക്കുന്നതിനിടയിൽ നീ എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായാണ് റിബേക്ക ദാവീദിനെ അങ്ങനെ കാണുന്നത്. റിബേക്കയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഇവാ, ഇവാ! അവൻ അവളുടെ പിന്നാലെ പോയി. ഇവ നിൽക്ക്! അവൻ അവളുടെ കൈ പിടിച്ചു. സോറി, റിയലി സോറി. ഞാനെന്തോ ഓർത്തു പെട്ടെന്ന് ഞാൻ പേടിച്ചു. നിന്നെ അങ്ങനെ ഞാൻ കണ്ടിട്ടേയില്ല ദാവി. ഇവ ഞാൻ ഇന്നേ വരെ നീ ആരോടും, അത് അടുപ്പമുള്ളവരോടോ ഇല്ലാത്തവരോടോ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടേയില്ല. നിനക്കറിയാവുന്നതല്ലേ ദാവി, എനിക്ക് ഇവിടെ നീയല്ലാതെ വേറെ കൂട്ടുകാരാരുമില്ലെന്ന്. അറിയാം. സോറി, ഞാൻ എന്തോ ആലോചിച്ച് ഇരുന്നു പോയതാ ഇവ. സോറി. അവൻ അവളുടെ കൈ പിടിച്ചു. എനിക്കറിയാം നിനക്ക് ഞാനേ ഫ്രണ്ടായിട്ടുള്ളൂ എന്ന്. സോറിഡോ. താൻ കരയല്ലേ? അവൻ അവളെ ആശ്വസിപ്പിച്ചു. അവൾ അവന്റെ നെഞ്ചിലേക്ക് തലചായ്ച്ചു. ദാവീദ് അവളുടെ മുടിയിൽ തലോടി. ദാവീദിനെ അന്വേഷിച്ചു വന്ന മിറിയം കണ്ടത് ദാവീദിന്റെ നെഞ്ചിൽ തലവെച്ച് നിൽക്കുന്ന റിബേക്കയാണ്. മിറിയത്തിനത് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. സേറാ! റൂമിൽ കിടക്കുകയായിരുന്ന മിറിയത്തെ വന്ന് കേറ വിളിച്ചു. സേറാ! എന്താ മമ്മ? വാ, വന്ന് ഭക്ഷണം കഴിക്കേ. എല്ലാവരും കഴിക്കാനിരുന്നു. എനിക്ക് വേണ്ട. അവൾ ബെഡിൽ ചുരുണ്ടുകൂടി കിടന്നു. നിനക്കെന്താ പറ്റിയത്? കേറ ചോദിച്ചു. ഒന്നുമില്ല മമ്മ, എനിക്ക് വിശക്കുന്നില്ല. മമ്മ പോയിക്കേ. വേണ്ടെങ്കിൽ വേണ്ട. കേറ റൂമിൽ നിന്നും പോയി. സേറ വന്നില്ലേ? ലക്കി ചോദിച്ചു. അവൾക്ക് വേണ്ടെന്ന്, വിശപ്പില്ലത്ര. കേറ കഴിക്കാനിരുന്നു. വേണ്ടെന്നോ? ദാവീദ് ആലോചിച്ചു. അതെന്താ വേണ്ടാന്ന്? നഥാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. സേറ, അങ്കിളിന്റെ കുട്ടിക്ക് എന്തു പറ്റി? ഒന്നുമില്ല അങ്കിൾ. അവൾ എഴുന്നേറ്റിരുന്നു. എന്നാൽ വാ, കഴിക്കണ്ടേ? അല്ലേൽ വിശക്കില്ലേ? വായോ, നഥാൻ പറഞ്ഞു. നഥാനെ മുഷിപ്പിക്കുവാൻ മിറിയം ആഗ്രഹിച്ചില്ല. അവൾ നഥാന്റെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ ചെന്നു. ഓഹോ, അപ്പോൾ അങ്കിള് വിളിച്ചാലേ നീ വരൂ? കേറ ചോദിച്ചു. മിറിയം മറുപടിയൊന്നും പറയാൻ നൽകാതെ കഴിക്കുവാനിരുന്നു. ദാവീദ് അവളെ നോക്കി ചിരിച്ചെങ്കിലും അവളത് ശ്രദ്ധിച്ചില്ല. അവളുടെ മനസ്സിൽ ആകെ ആ കാഴ്ചയായിരുന്നു. കുറച്ചു കഴിച്ച് മിറിയം എഴുന്നേറ്റ് പോയത് ദാവീദും ആര്യനും ശ്രദ്ധിച്ചു. ഇവൾക്കെന്തു പറ്റി? ആര്യൻ മെല്ലെ ദാവീദിന്റെ ചെവിയിൽ ചോദിച്ചു.
അവൻ അറിയില്ലെന്ന് തലയാട്ടി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ദാവീദ് മിറിയയുടെ മുറിയിലേക്ക് പോയി. മിറിയം, അവൻ അവളുടെ അടുത്ത് ബെഡിലിരുന്നു. നിനക്കെന്താ പറ്റിയത്? ഒന്നുമില്ല, കിടന്നുകൊണ്ട് തന്നെ അവൾ ഉത്തരം കൊടുത്തു. മിറിയം, അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്താടി നിനക്ക്? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ല ഞാൻ. നീ കള്ളം പറയുന്നോ? അതും എന്നോട്? ദാവീദിന്റെ മുഖം മാറി. നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്, പറയേ, എന്താ? ഒന്നുമില്ല. ദാവീദിന് ദേഷ്യം വന്നു തുടങ്ങി. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് മിറിയം, അവൻ ഉറക്കെ പറഞ്ഞു. നീ നുണ പറയുകയാ, നീ എന്തോ മറയ്ക്കുന്നുണ്ട്. നീ എന്നോട് ദേഷ്യപ്പെടുന്നു ദാവി? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അവളുടെ കവിളിൽ കൈവച്ചു. നീ എന്തോ എന്നോട് മറച്ചു വെക്കുന്നത് പോലെ തോന്നി. നമ്മളൊന്നും പരസ്പരം മറച്ചു വെക്കുന്നതല്ലല്ലോ മിറിയം. എനിക്കാണെങ്കിൽ എന്തു പറ്റിയെന്നറിയില്ല. ഞാൻ കുറച്ചു നേരത്തെ ഇവയോടും ദേഷ്യപ്പെട്ടു. പാവം പേടിച്ചു കരഞ്ഞു. നിനക്കെന്താ പറ്റിയത്? നീ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുവാ. സോറി, അവൾ പറഞ്ഞു. സോറി ഞാൻ വാങ്ങിക്കോളാം. നീ എന്തിനാ പിണങ്ങിയിരിക്കുന്നതെന്ന് പറ ആദ്യം. അത് പിന്നെ എന്താടി? അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നപ്പോൾ റെബേക്ക നിന്റെ നെഞ്ചിൽ തലവെച്ച് നിൽക്കുന്നത് കണ്ടു. എനിക്കിഷ്ടമായില്ല. ഞാനല്ലേ നിന്റെ പഗ്? അതാണോ? എടി, അവൾ എൻ്റെ ഫ്രണ്ടാണെന്ന് നിനക്കറിയാമല്ലോ. അവൾക്ക് വേറെ ആരും കൂട്ടില്ല, ഞാനല്ലേ ഉള്ളൂ. എൻ്റെ മുഖം മാറിയാൽ അവൾക്ക് പേടിയാ. അതൊരു പാവമാ. നീ തന്നെയാ എൻ്റെ പഗ്. എൻ്റെ പഗ് കഴിഞ്ഞേ എനിക്ക് വേറെ ആരുമുള്ളൂ, പോരെ? അത് കേട്ടപ്പോൾ മിറിയം അവനെ കെട്ടിപ്പിടിച്ചു. അവനും. ഇതെല്ലാം കണ്ട് ആര്യനും നിൽക്കുന്നുണ്ടായിരുന്നു. ജനലിനപ്പുറം നഥാനും. നഥാൻ തന്റെ റൂമിലേക്ക് പോയി. എന്താണ് സാർ, ഭയങ്കര ചിന്തയിലാണല്ലോ? ഡ്രസ്സ് മടക്കി വെക്കുന്നതിനിടയിൽ കാതറിൻ ചോദിച്ചു. ഞാനൊരു കാര്യം ആലോചിക്കുമായിരുന്നു. എന്താ? കാതറിൻ നഥാന്റെ അടുത്ത് വന്നിരുന്നു. എന്തെങ്കിലും ടെൻഷൻ? ഇത്ര കാലം എൻ്റെ മനസ്സിൽ ഒരു ടെൻഷനും ഇല്ലായിരുന്നു. ഒരുമിച്ചെല്ലാം നമ്മൾ നേരിട്ടു. പക്ഷേ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്നൊരു ടെൻഷൻ. എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നിനക്ക് നമ്മുടെ മോൻ്റെയും സെറയുടെയും ബന്ധം എങ്ങനെയാ തോന്നിയിട്ടുള്ളത്? നല്ല കൂട്ടല്ലേ അവര്? ഇന്ന് ഞാൻ അവരുടെ സംസാരം കേട്ടു. കേൾക്കാൻ കാരണവുമുണ്ട്. സേറയുടെ മുഖമൊന്ന് വാടുന്നത് പോലും ദാവിക്ക് സഹിക്കുന്നില്ല. ഇന്ന് കാലത്ത് അവൻ്റെ റൂമിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ സേറയുടെ മുടി പിടിച്ച് വലിച്ചതിന് ആര്യനെ ദാവീദ് തള്ളിയിട്ടു. അന്നേരം ദാവി സേറയെ നോക്കുന്നത് കാണുമ്പോൾ തോന്നും അവൻ നമ്മൾ ഇതുവരെ കണ്ട നമ്മുടെ മോനല്ലെന്ന്. ആരെയും നോവിക്കാൻ ഇഷ്ടമല്ലാത്ത, ആരോടും ദേഷ്യപ്പെടാത്ത, എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുന്ന ദാവീദല്ല സേറയ്ക്ക് നോവുമ്പോൾ അവൻ. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? നമ്മുടെ മോൻ ആരെന്ന് ഞാൻ പറഞ്ഞു തരണോ നിനക്ക്? ഇമ്മാനുവൽ ഏഥൻ. കാതറിൻ നഥാനെ നോക്കി.